അദ്ദേഹം എന്നോട് മാത്രമല്ല ദ്രോഹം ചെയ്തത്, ഒരു സമൂഹത്തിനോടാണ്. പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയും സെക്യുലർ ആയിട്ടുള്ള ഒരു ഉള്ളവരോടാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര മോശമാണത്. ഒരാളോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരാൾക്കെതിരെ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പേര് അൻസിബ ഹസനാണ്, എന്നാൽ പിന്നെ ഇങ്ങനെ ഇതങ്ങ് ഉപയോഗിച്ചേക്കാം എന്ന് കരുതിയിട്ട് തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. ഭാഗ്യവശാൽ കേരളത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. മലയാളികളെല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചെയ്തതിനോട് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. അതിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോകും. അതിനുള്ളൊരു കാരണം കൂടെ ഉണ്ട്. ഞാൻ അമ്മയിൽ ഓൾറെഡി പരാതി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പരാതി അയച്ചു കഴിഞ്ഞ അവസാനം മീഡിയയുടെ പ്രഷർ കാരണമാണ് അമ്മയിൽ നിന്ന് പറയുന്നത് കേൾക്കാം. അതിന്റെ മുന്നേ ഞാൻ പല പരാതികൾ കൊടുത്തിട്ടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും ആരും കേട്ടിട്ടില്ല. മീഡിയയുടെ പ്രഷർ കാരണം മാത്രമാണ് എന്നാ കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇതേ കമ്മിറ്റി തന്നെ കേൾക്കാം എന്നാണ് പറയുന്നത്. അത് ഈ കമ്മിറ്റിയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് റിസൈൻ ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. റിസൈൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മീഡിയയിൽ ഇത് പറയാൻ പറ്റിയത്. അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതേ കമ്മിറ്റിയുടെ മുമ്പാകെ ഞാൻ ഹാജരായി വീണ്ടും ഇതേപ്പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ അത്? ഇതേ എനിക്കൊരു നീതിയും തരാത്ത ഇതേ കമ്മിറ്റിയുടെ മുന്നിൽ പോയിരുന്നിട്ട് ഞാൻ എന്ത് പറയാനാ? അല്ലെങ്കിൽ അവരെന്ത് കേൾക്കാൻ? എനിക്ക് വേണ്ടി എന്തെങ്കിലും ന്യായത്തിൻ്റെ കൂടെ ഇരിക്കുമോ? ഇതേ ഞാൻ ആരോപണം പറയുന്നത് ആർക്കെതിരെയാണ്? ടിനി ടോം എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസിഡന്റ്, എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ മുമ്പാകെ ഞാൻ വീണ്ടും ഹാജരായി വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കുറ്റാരോപിതർ ഇരുന്നിട്ട് നീതി തരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യം. മറ്റാരെങ്കിലും ഇരുന്നല്ലേ സാധാരണ സംസാരിക്കുക ഒരു നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആകെ ആവശ്യപ്പെട്ടത് മറ്റൊരു സമിതിയെ വെക്കണം. അപ്പം ഞാൻ ആവശ്യപ്പെട്ടത്, എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന 3 പേരുകളായതുകൊണ്ട് മാലാഭാരതി ചേച്ചിയുടെ പേരും രമേശ് പിഷാരടി ചേട്ടൻ്റെ പേരും ധ്യാൻ ചേട്ടൻ്റെ പേരും ഒക്കെ ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ അയച്ച മെയിലിൽ കൃത്യമായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി ഇവർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ബയസ്ഡ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാത്ത ആളുകൾ വേറെ മെമ്പേഴ്സ് അമ്മയിലുണ്ടല്ലോ, അങ്ങനെയുള്ള ആരെങ്കിലും വെച്ചിട്ട് നിങ്ങളൊരു സമിതി ഉണ്ടാക്കൂ, എന്നിട്ട് അവരുടെ മുമ്പാകെ ഞാൻ ഹാജരായിട്ട് ഞാൻ സംസാരിക്കാമെന്ന്. പക്ഷേ ഇതുവരെ ഒരു റിപ്ലൈ പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പം അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സാമൂഹിക വിപത്താണ് ടിനിച്ചേട്ടൻ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. അതിനെതിരെ ഞാൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഈ ശ്വേതാമേനോൻ ടിനിക്ക് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത്. പലപ്പോഴും അൻസിബയുടെ പരാതി പോലും ചർച്ച ചെയ്യേണ്ടെന്നാണ് ശ്വേതാമേനോൻ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ വിഷമമാണ് തോന്നുന്നത്. കാരണം ഇത്രയും വലിയ ഒരു ഇതിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടുപ്പന എന്ന് പറയുന്ന അദ്ദേഹം വന്നിട്ട് അൻസിബ അങ്ങനെ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ മകൻ കൈലാസ് വന്നിട്ട് പറഞ്ഞു അൻസിബ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അവര് ഒരു സെക്കൻഡ് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. അപ്പൊ അത് ഇവർക്കാർക്കും പ്രശ്നമുള്ള കാര്യമല്ലേ? ഇത്രയും വലിയ ക്രിമിനൽ പരിപാടികൾ ഇവരെല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനിത് സഹിച്ചോളണം എന്ന് പറയുന്നത് എന്ത് ന്യായമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നമ്മുടെ മുന്നിൽ, ഈ സൊസൈറ്റിയുടെ മുന്നിൽ ഞെളിഞ്ഞു നിന്ന് നല്ല ആളുകളാണ് എന്നുള്ളൊരു കപട മുഖത്തോടെ നിൽക്കാൻ പാടില്ല. അവരുടെ ആ കപട മുഖം താഴെ വീഴുക തന്നെ വേണം. പോലീസിൽ കൊടുക്കുന്നുണ്ടോ? ഇതുവരെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാന്ന് വിചാരിക്കുന്നത്. നിയമപരമായിട്ട് പരാതിയായിട്ട് മുന്നോട്ട് പോകണം. അതെ അതെ. ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. ഒരു കൈലാഷ് ഒരു മ്യൂസിക് ഷോ നടത്തിയിരുന്നു, 11 ലക്ഷം രൂപ അവിടെ കൊടുത്തിരുന്നു. സരയു ഭർത്താവിനെ കൊണ്ട് ഒരു AV ജയിച്ചിരുന്നു, 2.5 ലക്ഷം രൂപ കൊടുത്തിരുന്നു. ഇതൊക്കെ അൻസിബ അന്ന് ചോദ്യം ചെയ്തിരുന്നു ഈ കാര്യങ്ങളൊക്കെ. ചോദ്യം ചെയ്യലാണോ ഇങ്ങനെ ഒരു മറുപടിയിലുണ്ടായിരുന്നു? ഇത് ആദ്യത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോഴാണ് വാട്സപ്പ് ചാറ്റ് എടുത്ത് നോക്കിയത്. അതായത് ജനുവരി 12-ന് പ്രസിഡന്റ് നമ്മുടെ EC വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ടെമ്പിൾ വരുന്നതിന്റെ ഡിസിഷൻ എന്താണ് എടുക്കുന്നത് എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതിന്റെ മുന്നേ ഇതിന്റെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞത്, ഇതൊരു ധാർമ്മികതയുടെ പേരിൽ പറയുന്നതാണ്, ഇത് ചെയ്യരുത്. ഒരു വളരെ സെക്യുലറായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് ടെമ്പിൾ വേണ്ട, മോസ്ക് വേണ്ട, ചർച്ച് വേണ്ട, അല്ലെങ്കിൽ നാളെ പാർട്ടികൾ, ഇതൊന്നും വേണ്ട. ഇതൊന്നും ഇല്ലാതെ തന്നെ 32 വർഷം നടന്നു പോയൊരു ചരിത്രം അമ്മയ്ക്കുണ്ട് എന്നിരിക്കെ ഇപ്പോഴും സ്പോൺസേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഘടനയൊന്നും അല്ല. എക്സിക്യൂട്ടീവ് അൻസിബയ്ക്ക് മാത്രമായിരുന്നു അത്തരത്തിലൊരു വിയോജിപ്പുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ ഒരു വിയോജിപ്പ് എന്നിട്ട് ഒരു വോട്ടിംഗ് നടത്തി. വോട്ടിംഗ് നടത്തിയ സമയത്ത് അപ്പൊ ഞാനിത് പറഞ്ഞു. ഇതിന്റെ മുന്നേ വേറെ 1-2 പേര് ചോദിച്ചിരുന്നു, അത് അമ്മ സംഘടന ഒരു സെക്യുലർ സ്ഥാപനമല്ലേ, അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കണമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ
ചെയ്യരുത് എന്ന് വേറെ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു, നോക്കണമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിത് മെയിൽ അയക്കുകയും വാട്സപ്പിൽ ഞാൻ നോട്ട് ഇടുകയും ഒക്കെ ചെയ്തു. അപ്പം അതിന് ശേഷമാണ് ഞാനിത് ഈ മെയിലൊക്കെ അയച്ചതിന് ശേഷം അമ്മയിൽ തന്നെ മറ്റൊരു മെമ്പർ എന്നെ വിളിച്ചു. പിറ്റേ ദിവസം എന്നെ വിളിച്ച് ചോദിച്ച ടോൺ ഇതാണ്: മോളെ, നീ എന്തിനാണ് മോളെ അമ്പലത്തിനൊക്കെ എതിര് നിൽക്കണത്? ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള ഡയലോഗ് കേട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഞാൻ അമ്പലത്തിനും പള്ളിക്കും ക്രിസ്ത്യൻ ചർച്ചിനും ഒന്നും എതിര് നിൽക്കുന്ന ആളല്ല, എന്നെ അങ്ങനെ വർഗീയവാദിയാക്കാനുള്ള ശ്രമം നടത്തല്ലേ ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ ഈ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞിട്ട്, കുഞ്ഞു ചേച്ചി, നീ അങ്ങനെ പറയാൻ പാടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരുന്നിട്ടെന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരുന്നിട്ട് ഞാൻ എന്ത് പറയണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്, ചേച്ചിയല്ല. അപ്പം ഞാൻ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു. ദയവ് ചെയ്ത് ഈ കാര്യം പറഞ്ഞ് എന്നെ ചേച്ചി വിളിക്കരുതെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു. നമ്മുടെ EC ഗ്രൂപ്പിനകത്ത് നടന്നൊരു ചർച്ചയാണ് ഇത്, ടൈറ്റിൽ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഇതെങ്ങനെയാണ് EC മെമ്പർ അല്ലാത്ത മറ്റൊരു സാധാരണ അംഗം അറിയുകയും എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത്? ഭയങ്കര മോശം പരിപാടിയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏറ്റെടുക്കാൻ ആരുമില്ല. അപ്പോൾ 1-2 പേര് വന്ന് ചോദിക്കുകയും ചെയ്തു, അത് ഭയങ്കര മോശമായി പോയി, അൻസിബ ഇവിടെ ചർച്ച ചെയ്ത കാര്യം പുറത്തു പോയി പറഞ്ഞത് എന്തിനാണ്? അപ്പോൾ ഇത് പുറത്തേക്ക് പോകുമ്പോൾ വേറൊരു തരത്തിൽ വർഗീയവൽക്കരിക്കാനാണ് ശ്രമം അന്നേ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ ഞാൻ ഈ കാര്യം അറിയുന്നത്. എന്നെ ജിഹാദി എന്ന് വിളിക്കുകയും ഞാൻ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ രാജീവ് കുടപ്പനക്കുന്ന് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളർ, അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരും ഒക്കെ പറയുന്നത്. അവർ രണ്ടുപേരും പബ്ലിക്കായി വന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ കൂടെ ഒരു പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളുടെ ഇഷ്ടത്തിന് അയാൾ നോമ്പ് നോക്കി. നമ്മുടെ ഈ ലോകത്ത് പല മതങ്ങളിലുള്ളവരും പല നോമ്പുകളും എടുക്കുന്നുണ്ട്. അത് ഇസ്ലാമിക പ്രകാരമുള്ള നോമ്പ് എടുക്കുന്നുണ്ട്, ക്രിസ്ത്യൻ ആചാര പ്രകാരമുള്ള നോമ്പ് എടുക്കുന്നവരുണ്ട്. ശബരിമലയ്ക്ക് പോകുന്ന എത്ര പേരുണ്ട്? അഹിന്ദുക്കളായിട്ടുള്ള എത്ര പേര് പോകുന്നുണ്ട്? അപ്പൊ അങ്ങനെ സെക്യുലർ ആയിട്ട് ജീവിക്കുന്ന ഒരു നാട്ടില് ഇങ്ങനെ ഒരു നോമ്പെടുത്തു എന്നുള്ളതിന്റെ പേരിൽ അങ്ങനെ പറയാൻ പാടുണ്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളറും മകനും വന്നിട്ട് സത്യം പറഞ്ഞതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.